ഏവർക്കും ട്രൂ റിയൽ എസ്റ്റേറ്റ് അഡ്വൈസറിയിലേക്ക് സ്വാഗതം. ഹോപ്പ് ഓൾ ഓഫ് യു ഹാവിംഗ് എ ഗ്രേറ്റ് ഡേ ആൻഡ് എ ഗ്രേറ്റ് ടൈം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇനി തുടങ്ങുന്നതിന് മുമ്പേ ഇവിടെ ഒരാളും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. പുള്ളിയുടെ പേര് ദ ബിഗ് ഫാറ്റി പാൻഡ കേട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിനെ കൂടി കൂട്ടിയേ ഉള്ളൂ. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കൊച്ചിയിൽ ഏകദേശം കഴിഞ്ഞ വെച്ചാൽ സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് വിതിൻ നോ ടൈം ഏകദേശം 1 കോടിയുടെ ലാഭമാണ് ഇൻവെസ്റ്റ്മെന്റിൽ ഗ്രോത്ത് വന്നിരിക്കുന്നത്. അതുപോലത്തെ ഒരു പ്രോപ്പർട്ടി ആണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു ലാഭം വേണം. ഇപ്പൊ ഈ 1 കോടി എന്നുള്ളത് ചിലപ്പോൾ അടുത്തൊരു 3-4 കൊല്ലം കൊണ്ട് 2 കോടി വരെ ലാഭത്തിലേക്ക് എത്താനുള്ള ചാൻസും ഉണ്ട്. ചാൻസ് എന്നല്ല, ഡെഫിനറ്റ്ലി വരാൻ ചാൻസ് ഉണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ആ ഒരു ഏരിയയിൽ ഇപ്പൊ നിങ്ങൾ ബോംബെ ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയുള്ള ഡിഫറൻസ്, ഇപ്പം അത്രയും പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും അവിടെ യൂണിറ്റ്സ് കിട്ടാനില്ല. അതുപോലത്തെ ഒരു ലൊക്കാലിറ്റിയാണ് നമ്മളുടെ കൊച്ചിൻ സിറ്റിയിലെ മെറൈൻ ഡ്രൈവ്. അവിടെ ഏറ്റവും സൂപ്പർ ലക്ഷറി ക്ലാസ്സിൽ 16 ഏക്കറിന് മുകളിൽ സ്ഥലത്ത് സൂപ്പർ ക്വാളിറ്റി വിത്ത് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസോടും കൂടി വന്നിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ദ മെറീന 1 ബൈ ഗ്രേറ്റ് ബിൽഡേഴ്സ് ആയിട്ടുള്ള ശോഭയും പൂർവയും ചേർന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ഓപ്ഷൻസ് കൂടിയും അതിൽ ഇപ്പോൾ ലഭ്യമാകുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായി കാണുക. ജസ്റ്റ് ഗീവ് us a call immediately. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. ഇൻസെപ്ഷനിൽ പൈസ കൊടുത്ത ആൾക്കാർക്ക്, സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പൈസ കൊടുത്ത ആൾക്കാർക്ക് ഇപ്പോൾ അതേ യൂണിറ്റ് റീസെയിലിൽ റെഡി ടു ഓക്യുപൈ ആയി റീസെയിലിൽ വിറ്റാൽ 1 കോടിക്ക് മേളിലാണ് ഇപ്പോൾ നിലവിൽ കിട്ടുന്ന ലാഭം. സോ തിങ്ക് ഓൺ ഇറ്റ്. പിന്നെ അടുത്തൊരു കാര്യം കൂടി, ഇങ്ങനെ കാലൊക്കെ കേൾപ്പിച്ച് കുറെ നേരം ഒന്നും തിരിച്ചു പറയുന്നില്ല. അത്യാവശ്യം കമന്റ് ചെയ്യാം കേട്ടോ. കമന്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നത്. അത് ഏകദേശം 16 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രൊജക്ട് കൊച്ചിൻ സിറ്റിയുടെ ഏറ്റവും കേന്ദ്രഭാഗമായ മറൈൻ ഡ്രൈവിൽ നിങ്ങൾക്ക് ഫുൾ സീ വ്യൂ അല്ലെങ്കിൽ ഒരു ലേക്ക് വ്യൂയോട് കൂടിയാണ് ലഭ്യമാകുന്നത്. നല്ല വൈഡൻഡ് ആയിട്ടുള്ള റോഡ് ആക്സസ്, ഒരു രീതിയിലും ഒരു കണ്ടീഷനും നിങ്ങൾക്ക് എത്ര വലിയ വണ്ടിയാണെങ്കിലും ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള വളരെ വൈഡൻഡ് ആയിട്ടുള്ള റോഡ് ആക്സസുകളോട് കൂടിയാണ് നിങ്ങൾക്ക് ഈ പ്രൊജക്ട് ലഭ്യമാകുന്നത്. ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഏകദേശം ഒരു 4 ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മാക്സിമം സീ വ്യൂ ലഭ്യമാകുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ്. ആൻഡ് ഇറ്റ്സ് എ സാമ്പിൾ അപ്പാർട്ട്മെന്റ്. സോ അപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ബിൽഡർ സ്റ്റാറ്റസിലുള്ള ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നല്ല എൽ ഷേപ്പിൽ നൽകിയിരിക്കുന്ന ഒരു ഫുള്ളി നല്ല വലിപ്പമുള്ള ഒരു ഡ്രോയിങ് കം ഡൈനിങ് ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ലിവിംഗ്. ആ ബാൽക്കണി സ്പേസ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ല വലിപ്പമുള്ള ബാൽക്കണി സ്പേസ് ആണ്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ വെരി സ്മോൾ. ഇപ്പോൾ കിച്ചൺ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ നിങ്ങൾക്ക് ലഭ്യമാകുന്നു. പിന്നെ മുന്നോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾസോ അറ്റാച്ച്ഡ് വിത്ത് സെർവൻസ് ടോയ്ലറ്റ് ആൻഡ് സെർവൻസ് ബെഡ്റൂം. അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം പല കാറ്റഗറിയിലുള്ള അപ്പാർട്ട്മെന്റ്സ് ലഭ്യമാകുന്നു. ആൻഡ് ലുക്ക് അറ്റ് ദ സൈസ് ഓഫ് ദ യൂട്ടിലിറ്റി ഏരിയ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ് ആണ് നമുക്ക് ലഭ്യമാകുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്ന ഡോർ ത്രൂ ഡയറക്റ്റ് സെർവൻസിന് എൻ്റർ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ദർ ഇസ് ഓൾസോ എ കോമൺ ആയിട്ടുള്ള ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പൗഡർ റൂം ലഭ്യമാകുന്നു, അലോങ് ദ ഷവേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂം ഒന്നും പറയാനില്ല, സൂപ്പർ സ്പേഷ്യസ്, തകർത്ത സ്പേഷ്യസ്. ഏകദേശം നല്ല ഒരു വലിയ ബാൽക്കണി സ്പേസോട് കൂടിയാണ്. നല്ല സ്പേഷ്യസ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഏകദേശം ഫർണിഷിങ്സ് ഇട്ടിട്ട് ഇത്രമാത്രം ഫർണിഷിങ്സ് ചെയ്തിട്ടും എന്തേലും സ്പേഷ്യസ് ആണെന്നുള്ളത്. നല്ല വലിപ്പമുള്ള നല്ല ലോങ് ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസും നമുക്ക് ഓവർലുക്കിംഗ് ദ അറേബ്യൻ സീ ലഭ്യമാകുന്നു. ജസ്റ്റ് ലുക്ക് അറ്റ് ദ സൈസ് ഓഫ് വിൻഡോസ് ആൻഡ് ഓൾ ദാറ്റ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വിൻഡോസ് ആണ് നമുക്ക് ലഭ്യമാകുന്നത്. ആൻഡ് ദാറ്റ് ടു നിങ്ങൾക്കറിയാം, ഇപ്പം മുകളിലത്തെ നിലകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ യു വുഡ് ബി ഗെറ്റിംഗ് കൈൻഡ് ഓഫ് അതൊരു പാനറോമിക് ആയിട്ടുള്ള ഒരു വ്യൂ ലഭ്യമാകുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ബെഡ്റൂമിൽ തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇറ്റ്സ് ഹ്യൂജ്. ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം അലോങ് വിത്ത് എ വാക്കിംഗ് വാർഡ്രോബ് സ്പേസ്
അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാക്കിംഗ് വാർഡ്രോബ് സ്പേസ് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടോയ്ലറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ഈസ് മാസീവ്. 2 സെപ്പറേറ്റ് സെക്ഷനായിട്ട് ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈവൻ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കിങ് സൈസ് കോട്ട്സും അങ്ങനെയുള്ള കബോർഡ്സും അതെല്ലാം ചെയ്തിട്ടാണെങ്കിൽ പോലും യു ഹാവ് ആംപിൾ സ്പേസ് ടു മൂവ് അറൗണ്ട്. അതും ദാറ്റ് ടു ഈസ് അറ്റാച്ച്ഡ്. ഇനി തേർഡ് ബെഡ്റൂമിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം മാസീവ് ആയിട്ടുള്ള വ്യൂസ്. ഞാൻ പറഞ്ഞില്ലേ, മെറൈൻ ഡ്രൈവിൽ നിങ്ങൾ ഇതുപോലെ ഒരു പ്രോപ്പർട്ടി എടുക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു എലമെന്റ്സ് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ദാറ്റ് ഏരിയയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം മുകളിലത്തെ നിലകളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അഗാധമായ ദൂരങ്ങളിലേക്ക് പറമ്പുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം കാറ്റും വെളിച്ചവും എല്ലാം ഫ്രഷ് എയർ, ദാറ്റ്സ് വാട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഔട്ട് ഓഫ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റിൽ ഒരൊറ്റ യൂണിറ്റ് പോലും നമുക്ക് നല്ല വ്യൂ ഉള്ളത് ലഭ്യമാകാൻ വളരെ പാടാണ് ഓൺ റീസെയിൽ ഓൾസോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പെട്ടെന്ന് അന്വേഷിച്ച് ഒരേ ദിവസം കൊണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല ഒരു ഓഫർ റേറ്റിന് അപ്കമിങ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ ഓൺ സെയിം മെറീന 1 പിന്നെ ഒറ്റയ്ക്ക് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഒരാളെ വിളിച്ചിരിക്കുന്നുണ്ട്. കാലൊക്കെ കേൾപ്പിച്ചിരിക്കുന്ന ഇപ്പോൾ എന്തുണ്ട് സാർ വിശേഷമൊക്കെ സുഖമല്ലേ?